കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഈ കാവ്യ സംഭാഷണത്തിൻ്റെ ഭാഗമായി സംവാദത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നുള്ളതാണ്. അങ്ങനെ 3-4 പേർ സംസാരിക്കുമ്പോൾ ഒന്നിച്ച് അതിനോട് പ്രതികരിക്കുക എന്നുള്ള നിലയ്ക്കാണ് ആലോചിച്ചത്. ഞങ്ങൾ ആലോചിച്ചിരുന്ന സംഗതി ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാവരും ചേർന്ന് താഴ്ത്തിരുന്ന് സംസാരിക്കുക. എല്ലാവരും അവരവരുടെ സീറ്റിലിരുന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഈ സദസ്സിൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നിറഞ്ഞു കവിഞ്ഞൊരു സദസ്സാണ്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിരുന്നാൽ കാണാൻ പറ്റുമെന്നുള്ളതാണ്. സദസ്സിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ കാണുന്ന പോലെ സുഖമായിട്ട് കാണാനും ഇപ്പോൾ തന്നെ മതിയല്ലേ? ബാക്കി നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായ പ്രകാരം സ്റ്റേജിൽ തന്നെ നമുക്ക് തുടരാം. ഇപ്പം നമ്മളിപ്പം ഹരിദാസ് മാഷുണ്ട്, ശ്രീലതാവർമ്മയുണ്ട്, ജിനമാഷുണ്ട്, വളരെ വിലപ്പെട്ട ഒട്ടേറെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രതികരണവും ശബ്ദവും ചോദ്യമാണെങ്കിൽ ചോദ്യം, പ്രതികരണമാണെങ്കിൽ പ്രതികരണം, ഇതെല്ലാം ഉണ്ടാവണം. അതുകൂടി ചേരുന്നതാണ് ഈ ഒരു സെഷൻ കാവ്യ സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം. ചില ആൾക്കാർ കവിത ചൊല്ലണം. മധുസാറിൻ്റെ കവിത ചൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അംബരീഷ് ഇവിടെ വന്നിട്ടുണ്ട്, കവിത ചൊല്ലാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നമുക്കെല്ലാം ഈ സംഭാഷണങ്ങളുടെ ഭാഗമായി നമുക്കെല്ലാം ഉചിതമായ തരത്തിൽ ചെയ്യാം. അങ്ങനെയല്ലേ നല്ലത് അല്ലേ? അപ്പോൾ ഏറ്റവും ആദ്യം ശ്രീലതാവർമ്മയുണ്ട്. ശ്രീലതാവർമ്മക്ക് മൈക്കെത്തിക്കും. ഹരിദാസ് മാഷുണ്ട്, ജിനമാഷുണ്ട്. അങ്ങനെ ഒരു 3-4 പേര് ഒന്ന് ചുരുക്കി പറയണം. സംസാരിക്കുന്ന എല്ലാവരും അതൊരു സമാന്തര പ്രസംഗമായിരിക്കും ശ്രദ്ധിക്കും. ചുരുക്കി ചോദിക്കുക, 1, 2, 3 വാചകം. കെ വി രാമകൃഷ്ണ മാഷിന് സാദര പ്രണാമം. മധുസാറിന് സാദര പ്രണാമം. എല്ലാവർക്കും നമസ്കാരം. ഏറെ സന്തോഷത്തോടെയാണ് ഈ പകലിൽ കാവ്യശാലയുടെ ഈ നാരായണത്തെ ഭ്രാന്തൻ കവിതയുടെ 40 ആണ്ടുകൾ മധുസാറിനൊത്തുള്ള ഒരു പകൽ ഇതിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കുന്നത്. ഇവിടെ തൊട്ടു മുമ്പ് വിനേട്ടൻ സൂചിപ്പിച്ചതുപോലെ നാരായണത്തെ ഭ്രാന്തൻ ആദ്യം ഞാനും കേൾക്കുന്നത് VJT ഹാളിൽ കവി ചൊല്ലിയിട്ടാണ്. അതിനുശേഷം പിന്നീട് അഗസ്ത്യഹൃദയം, വാക്ക്, ഭാരതീയം, ഇതെല്ലാം തന്നെ VJT ഹാളിൽ കവി ചൊല്ലി കേൾക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കേട്ട് ഇരിക്കുമ്പോൾ കവിത തീരുന്നത് അറിയുന്നില്ല. അഭൗമമായ ഒരു അനുഭൂതിയിൽ മുങ്ങിപ്പോകുന്ന, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭവം. അത് എങ്ങനെയാണ് വാക്കുകൊണ്ട് അതിനെ രൂപപ്പെടുത്തേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും അഭൗമം എന്ന് തന്നെ പറയട്ടെ, അങ്ങനെയുള്ള ഒരു അനുഭവം. മാത്രമല്ല അതിങ്ങനെ ഓരോ വരിയും, ഈ പറഞ്ഞ കവിതകൾ മാത്രമല്ല, മറ്റ് കവിതകളുണ്ട്. എല്ലാ കവിതകളും പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഓരോ വരികളും ഉള്ളിലിങ്ങനെ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചുകൊണ്ട് അതിൻ്റെ പല അർത്ഥത്തിൻ്റെ പല അടരുകളിലേക്ക് നയിച്ചുകൊണ്ട് മനസ്സിലങ്ങനെ പതിയുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ സാറ് തന്നെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു ആന്തരികമായ, ഇപ്പോൾ 12 രാശിയൊക്കെ വിശദീകരിച്ചുകൊണ്ട് സാറ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരേ സമയം ഈ കവിതയിൽ അതിൻ്റെ നാദ ലയ, അതിൻ്റെ ഒരു സമന്വയം, അതോടൊപ്പം അർത്ഥത്തിൻ്റെ അഗാധമായ അടരുകൾ, ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ ഏറ്റവും സാധാരണക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു അനുവാചകനും വളരെ പാണ്ഡിത്യമുള്ള ഒരു അനുവാചക സമൂഹം ഒരേപോലെ അഭിസംബോധന ചെയ്യുന്ന കവിതകളാണ്. ഇതിൽ വൈദികവും ഔപനിഷദവുമായ തലങ്ങളുണ്ട് ഈ കവിതകൾക്ക്. അതിലേക്കൊന്നും കടക്കുന്നില്ല. സാറോട് ഏറ്റവും വിനീതമായി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ 2 തലമുണ്ട്. അതിൻ്റെ ആ ഒരു ചൊല്ലൽ എന്ന നിലയ്ക്കുള്ള സംഗീതം,
അല്ലെങ്കിൽ ഏറ്റവും വലിയ ദാർശനികമായ അന്വേഷണങ്ങൾ കൂടാതെ തന്നെ കവിതയെ ഉൾക്കൊള്ളുന്ന ഒരാൾക്കും ഏറ്റവും ദാർശനികമായി കവിതയെ സമീപിക്കുന്ന ഒരാൾക്കും രണ്ടുപേരെയും, രണ്ടു തരം അനുവാചകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിട്ട് ഈ എല്ലാ കാവ്യങ്ങളും തന്നെ എനിക്ക് എൻ്റെ വായനയിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എഴുതുന്ന വേളയിൽ ഈ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വൈരുദ്ധ്യമാണ്, രണ്ട് എക്സ്ട്രീമിലേക്ക് പോകുന്ന കാര്യമാണ്. അത് എഴുതുന്ന വേളയിൽ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതേക്കുറിച്ച് സാറിന് പറയാനുള്ള കേൾക്കണം എന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ശ്രീമതി ശ്രീലത വർമ്മയുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു പൊരുൾ ആദ്യം തന്നെ രാമകൃഷ്ണ മാഷ് സൂചിപ്പിച്ചിരുന്നു. അതായത് പുറമേ കാണുന്ന ഭാഷ എന്ന ശരീരത്തിൻ്റെ താളം, ആന്തരമായ ഭാവത്തിൻ്റെ താളം, ഭാവഛന്ദസ്സും വർണ്ണഛന്ദസ്സും വലിയൊരു വിഷയമാണ്. എൻ്റെ എളിയ കാഴ്ചയിൽ സൗഷ്ഠവമുള്ള ഒരു കവിതയിൽ സൗഷ്ഠവം സുഷ്ഠുവായിരിക്കുക, അംഗാംഗിപ്പൊരുത്തങ്ങളെല്ലാം ചേർന്നിരിക്കുക, അളവൊത്തതായിരിക്കുക, എല്ലാ തരത്തിലും. അങ്ങനെ ഒരു ഭാഷയിൽ ഈ രണ്ടംശങ്ങളും ഒരുപോലെ ചേർന്നിരിക്കും. ഈ രണ്ടും കൂടെ ഒന്നാണ്. ഒന്നിൻ്റെ തന്നെ ബാഹ്യഭാവമാണ് ഭാഷ, അതിൻ്റെ ആന്തരഭാവമാണ് അനുഭവം. അനുഭവത്തിൻ്റെ താളം അല്ലെങ്കിൽ ഭാവത്തിൻ്റെ താളം എന്ന് പറയുന്നത് അതിൻ്റെ സ്വരത്തിലും ലീനമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ശബ്ദത്തിന് പല താളങ്ങളിൽ കൂടെ പോകുമ്പോൾ പല ഭാവബോധനം നടത്താൻ പറ്റും. ഒരേ ശബ്ദം തന്നെ ഓരോ താനത്തിൽ ചെല്ലുമ്പോഴും അതിൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് നമുക്ക് വാക്കുകൾക്ക് പ്രകാശിപ്പിക്കാൻ വയ്യാത്ത അനുഭവം ഉണ്ടാക്കും. ഓ എന്ന് പറയുന്നത് ഓ എന്ന് പറയുന്നത് രണ്ടാണ്. ഒരേ ഓ തന്നെ പ്രയോഗത്തിനനുസരിച്ച് വളരെ അപാരമായ വ്യത്യാസമുള്ള അനുഭവങ്ങളുണ്ടാക്കും. അത് പറഞ്ഞു തരാനാക്കില്ല, നമുക്കത് എഴുതി വയ്ക്കാൻ പറ്റില്ല. ഈ താനങ്ങളുടെ പ്രത്യേകത വളരെ പണ്ട് വേദോച്ചാരണത്തിലൊക്കെ ഇതാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ശിക്ഷ എന്ന് പറയുന്ന ശാസ്ത്രം ഞാൻ വളരെ പരിമിതമായി അറിയുന്ന ആളാണ്. ശിക്ഷാശാസ്ത്രം എന്നതിൽ ഈ അർദ്ധധ്വനി വരത്തക്ക താനങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇത് തന്നെയാണ് സംഗീതത്തിലും ഉള്ളത്. ഞാൻ പൊതുവെ മറ്റുള്ളവരുടെ ബോധനത്തിന് വേണ്ടി പറയാണ്, ആരോട് ചൊൽവേനേ അഴലുള്ളതെല്ലാം ആരോമലേ നിന്നോടല്ലാതെ അല്ലാതെ. ഇത് സംഗീതമാണ്. ഇതേ സംഗീതത്തെ ഒന്ന് നാടൻ രീതികൾ, അയ്യോ ഈ കരച്ചിൽ മനുഷ്യൻ്റെ വികാരത്തിൻ്റെ സ്വരം തന്നെയാണ് സംഗീതത്തിൽ വരുന്നത്. അത് തന്നെയാണ് കവിതയിലും വരിക. അന്തരമായി നമ്മൾ അനുഭവിച്ചാൽ അത് വന്നു പോകും. ഒരു കൊച്ചു കുഞ്ഞിൽ ഇതുണ്ടാവും. അല്ലെങ്കിൽ കുഞ്ഞിനെ വാത്സല്യത്തോടെ, മോഡേൺ രീതിയിലല്ല, വാത്സല്യത്തോടെ എല്ലാം മറന്ന് താലോലിക്കുന്ന അമ്മയുടെ ഈണത്തിൽ ഇത് വന്നിരിക്കും. കുഞ്ഞിനത് മനസ്സിലാവും, അല്ലേ? കുഞ്ഞിനതേ മനസ്സിലാവും.
എന്തിനടാ എന്ന് ചോദിച്ചാൽ കുഞ്ഞറിയാതെ ചിരിച്ചു പോകും. കുഞ്ഞിന് വേറെ ബോധവൽക്കരണ ക്ലാസ് ഒന്നും ആരും കൊടുത്തിട്ടില്ല. കുഞ്ഞിന് ഈ ഈണത്തിൽ ഒരു വത്സലനാദത്തിൽ ഭാഗതീത ലയശ്രുതി എന്ന ഈ നാദത്തിൻ്റെ പ്രത്യേകതയെ ഞാൻ എൻ്റെ വേറൊരു കവിതയിൽ എഴുതിയിട്ടുണ്ട്. ഒരു വത്സലനാദത്തിൽ ഭാഗതീത ലയശ്രുതി, ഒരു തുള്ളി മുലപ്പാലിൽ പ്രപഞ്ചരസസാഗരം. ഒരമ്മയുടെ ഇതിൽ ആ കവിത ഇവിടെ ഇല്ല. അമ്മേ എന്ന് ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ അമ്മ ലോകം പിടിക്ക് പോയപ്പോൾ പിന്നീട് ഞാൻ എഴുതിയത്. പക്ഷെ അതിൽ എൻ്റെ അമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരും, അമ്മയാകുന്ന എല്ലാവരും മനുഷ്യർ മാത്രമല്ല, അക്ഷരവും എല്ലാം ഉണ്ട്. ഒരു തുള്ളി മുലപ്പാലിൽ അലിഞ്ഞിരിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ചൈതന്യത്തിൻ്റെ മുഴുവൻ ശക്തിയാണ്. അത് ഈ കുഞ്ഞ് അകം കൊണ്ടറിയുന്നു, രസന കൊണ്ട് അകത്തേക്കെടുക്കുന്നു. എത്രത്തോളം അത് രസിച്ചു എന്ന് അതിന് പറയാൻ വയ്യ. അതുപോലെയാണ് ഈ കുഞ്ഞ് അറിയാതെ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് തോന്നുന്നത്. ഇങ്ങനെ വാക്കിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഭാവാവതാരങ്ങൾ, ആ ഭാവത്തിൻ്റെ അവതാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് കുഞ്ഞും അതിൽ ലയിച്ചു പോകും, അതറിഞ്ഞു പോകും. അതിന് വചനപ്പെടുത്താൻ കഴിയില്ല. അതാണ് സാധാരണക്കാരൻ ആസ്വദിക്കുന്നതിൻ്റെ ഒരു രഹസ്യം. അത് രവിശങ്കറിൻ്റെ സിത്താർ അമേരിക്കയിലെ വലിയ 10,000-ലധികം 5,000 ഒക്കെ ഏക്കറുള്ള ഒരു ഫാമിൽ ഒരറ്റത്തെ ചെടികൾക്ക് വെച്ചു കൊടുത്തു. സിത്താറിൻ്റെ ശ്രുതി പാട്ട് സംഗീതം വെച്ചു കൊടുത്തു. അതിൻ്റെ മറ്റേ അറ്റത്ത് അതേ തരം ചെടികൾക്ക് ജാസ് മ്യൂസിക്കും വെച്ചു കൊടുത്തു. ഈ രവിശങ്കറിൻ്റെ സിത്താറിൻ്റെ ഈണം കേട്ട് വളർന്ന ചെടികൾ പുഷ്ടിയോടെ ഉല്ലാസത്തോടെ വളരുകയും നല്ല ഫലം കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാണ് ഞാൻ ദ വേൾഡ് ഈസ് സൗണ്ട് നാദബ്രഹ്മ എന്നൊരു പുസ്തകത്തിൽ വായിച്ചത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നാദത്തിൻ്റെ നമ്മിൽ നിന്ന് വരുന്നതും മറ്റ് ജന്തുക്കളിൽ നിന്ന് വരുന്നതുമായ നാദത്തിൻ്റെ പ്രത്യേകത ഏതൊരാളിനെയും ഏതു ജീവിയെയും ഒരുപോലെ സ്പർശിക്കും. ആ സ്പർശം നമ്മിൽ നിന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് അനുഭവേന കിട്ടുകയാണെങ്കിൽ കവിത അവർ ആസ്വദിക്കും. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ മുൻപ് വയലാറിൻ്റെ കുറേ കവിത പാടിയിരുന്നു. രാവണപുത്രി എന്നൊരു കവിത, അതിൽ നിന്ന് യാദൃച്ഛ്യമായിട്ട് ഇവിടെ ഡൽഹിയിൽ റൊമീല ഥാപ്പറിൻ്റെയോ ആരുടെയോ ഒരു കൂട്ടർ എടുത്തിട്ട് NDTV-യിൽ മെനി രാമായണാസ് എന്നൊരെണ്ണം ചേർത്തപ്പോൾ അതിൽ ഈ കവിത കൊടുത്തു. ഇത് മലയാളത്തിലാണ്. വയലാറിൻ്റെ സുഭഗമായ ഭാഷയാണ്, ഭാവശക്തിയുള്ള ഭാഷയാണ്. അത് കണ്ടപ്പോൾ അതിൽ നിന്ന് എനിക്കുണ്ടായ ധ്വനിവിശേഷമാണ് ഞാൻ ആവിഷ്കരിച്ചത്. ഒരു കവിത കാണുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ധ്വനി ഉയർന്നു വരും. എനിക്കങ്ങനെയാണ്, പ്രത്യേകം ഈണപ്പെടുത്തണ്ട. അങ്ങനെ ഉണർന്നു വരുന്ന ഈ ധ്വനി ഉത്തരേന്ത്യക്കാർ കേട്ടിട്ട് അവർ പിന്നെ എന്നെ സമീപിച്ചു. കാരണം അവർക്ക് കവിത മനസ്സിലായിരുന്നത്. ഇതെങ്ങനെ എനിക്കറിയില്ല. പക്ഷേ ഇതിൽ കൂടെ എനിക്ക് പഠിക്കാൻ പറ്റിയൊരു പാഠം, നമ്മൾ ആത്മാവ് കൊണ്ടുച്ചരിക്കുന്നത് ഏത് ശ്രോതാവിനും ഭാഷ അറിഞ്ഞുകൂടെങ്കിലും ചിലപ്പോൾ കിട്ടും. എല്ലാ അർത്ഥവും അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ബോധപ്പെടും. കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം എന്നതേ ഉള്ളൂ. ചിക്കനാണ് എന്നറിയാതെ ചിക്കൻ്റെ സൂപ്പ് കുട്ടി കഴിക്കുമ്പോൾ കുട്ടിക്ക് ഗുണമുണ്ടാവില്ലേ?
അതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം. ആ വിധത്തിൽ ശബ്ദത്തെ ആവിഷ്കരിക്കുക എന്നത് നമ്മുടെ അനുഭവത്തിൽ കൂടെ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എല്ലാ ദാർശനികതയും വാസ്തവത്തിൽ പെടും എന്നും എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു വളരെ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഉദാഹരണം കൂടെ പറയാം. മുൻകാലങ്ങളിൽ ഞാൻ ഭജഗോവിന്ദം എന്ന് പറയുന്ന ശങ്കരാചാര്യ കൃതി വായിച്ചിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, വരികളെല്ലാം ഓർമ്മയില്ലായിരുന്നു. പിൽക്കാലത്ത് ശ്രീ ശങ്കരാചാര്യരെ കുറിച്ചുള്ള ഒരു ചലച്ചിത്രത്തിൽ പി ഭാസ്കരൻ മാഷ് തിരഞ്ഞെടുത്ത് കൊടുത്തതാണ് ഭജഗോവിന്ദം. യേശുദാസ് പാടിയിട്ടുണ്ട്. ഈ പാടിയത് 2 പ്രാവശ്യം കേട്ടതേ ഉള്ളൂ. അതെനിക്ക് ഹൃദയസ്ഥമായി, ആസ്വാദ്യമായി. പഠിക്കാതെ തന്നെ അർത്ഥം ഏതാണ്ട് എനിക്ക് മനസ്സിലായി. എല്ലാ വാഗർത്ഥവും ധ്വനികളും അറിഞ്ഞില്ലെങ്കിലും ഭാവാർത്ഥം കിട്ടും. അതാണ്, ആ രീതിയാണ് രാമായണം നിലനിന്നതിന് കാരണം എന്നെനിക്ക് തോന്നുന്നു. രാമായണത്തിൻ്റെ വെറും കഥയല്ല, അതിൻ്റെ സത്ത ഏത് സാധാരണക്കാരനും എങ്ങനെയോ മനസ്സിലാവും. സത്തയാണ്, കഥയല്ല. ആ സത്ത ഗ്രഹിക്കാൻ കഴിയുന്നെങ്കിൽ കവിത ആസ്വദിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. യാന്ത്രികമായ അവതരണം കൊണ്ട് ചിലപ്പോൾ ഈ ഫലം കിട്ടില്ല. ഇനി പ്രത്യേകം ക്ഷീണപ്പെടുത്തി വെച്ചാലും കിട്ടിയെന്ന് വരില്ല. ഞാൻ പറയുന്ന ഇതാണ്, അമ്മ കുഞ്ഞിനോട് സംവദിക്കുന്ന മട്ടിൽ കവിത അതേ ഹൃദയത്തിൻ്റെ ഊഷ്മാവോടുകൂടി നമ്മൾ എവിടെ വായിക്കുമോ, ഗദ്യമായാലും പദ്യമായാലും, ഗദ്യത്തിന് ഒരു അയിത്തവും ഒരിടത്തുമില്ല, പദ്യത്തിന് പ്രത്യേകതകളുണ്ട്. അങ്ങനെ വന്നാൽ അത് കിട്ടിയെന്ന് വരും. ഇതിൻ്റെ വേറൊരു കാര്യമുള്ളത്, ഏത് ദാർശനികതയും ഏതൊരാളിനും മനസ്സിലാകും വിധം കൊടുക്കാൻ പറ്റും. സാക്ഷരനോ നിരക്ഷരനോ എന്ന് നോക്കണ്ട. വോൾട്ടയറുടെ ദ സ്റ്റോറി ഓഫ് എ ഗുഡ് ബ്രാഹ്മിൺ എന്നൊരു ചെറിയ പണ്ട് എഴുതിയ ഒരു സാധനം ഞാൻ വായിച്ചിട്ടുണ്ട്. ദ സ്റ്റോറി ഓഫ് എ ഗുഡ് ബ്രാഹ്മിൺ. ഒരു കാശി തീരത്തെ ഒരു വലിയ വേദജ്ഞനായ ബ്രാഹ്മണൻ, 4-5 ഭാര്യമാരും ഒക്കെ ഉണ്ട്, ഒരുപാട് സമ്പത്തുമുണ്ട്, എപ്പോഴും അസ്വസ്ഥനാണ്. വേദജ്ഞനാണ്, വേദമെല്ലാം പഠിച്ചതാണ്, എപ്പോഴും അസ്വസ്ഥനാണ്. ജീവിതം നശ്വരമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അസ്വസ്ഥനാകുന്ന. അതേസമയം എന്ന് കിട്ടിയ ഈ ഉഞ്ചവൃത്തി കൊണ്ട് കിട്ടിയതെടുത്തിട്ട് കഞ്ഞി വെച്ച് കുടിച്ചിട്ടൊരു പാവപ്പെട്ട അമ്മുമ്മ ഗംഗാതീരത്ത് പോയിരുന്ന ഇങ്ങനെ നിർവൃതി കൊള്ളുന്നു. ആരാണ് നല്ല ബ്രാഹ്മൺ എന്നൊരു ചോദ്യമുണ്ട് വോൾട്ടയറുടെ. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായതുപോലെ സത്യത്തെ ഇദ്ദേഹത്തെ മറ്റേയാളിന് മനസ്സിലായില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം നോക്കുമ്പോഴാണ് ഇത് നേരെ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ദാർശനിക തലം എന്ന് പറഞ്ഞ മിക്ക കവിതകളും നല്ല ദാർശനിക തലം ഏതെങ്കിലും തരത്തിലുള്ളതാണ്, നല്ല കവിത. അത് ആ രീതിയിൽ നമ്മൾ ഇപ്പോഴത്തെ പുതിയ രീതിയിൽ പറഞ്ഞാൽ അക്കാഡമിക്കായിട്ട് നോക്കുമ്പോൾ ചില ബുദ്ധിമുട്ട് വരും. അനുഭവേന എടുത്താൽ ചിലപ്പോൾ അത് സുന്ദരമായി നമുക്ക് ബോധപ്പെടുകയും ചെയ്യും എന്നെനിക്ക് തോന്നുന്നു. നീട്ടുന്നില്ല. പ്രസിദ്ധ കവിയും കേരള സിലബസിൽ നിരവധി കവിതകൾ പാഠപുസ്തകങ്ങളിൽ ഉള്ളതുമായ കവിതയുടെ 50 ആണ്ട് പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്ന ജിനൻ മാഷോട് ചോദ്യം ചോദിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. ഈ ദിവസം എനിക്ക് സന്തോഷ കാര്യമാണ്. എന്ത് കാരണം, ഞാൻ ആരാധിക്കുന്ന ബസവൻ നായരെല്ലാം നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഈ നരഹത്ത് ഭ്രാന്തൻ എന്നുള്ള ഈ പുസ്തകത്തിൻ്റെ 21-ാം പതിപ്പ് എനിക്ക് കൈ കിട്ടിയിട്ട് 25 വർഷമായി.
അതിന് കാരണമുണ്ട്. എൻ്റെ മകൻ ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിൽ ഇങ്ങനെ കവിത എഴുതാകുമ്പോൾ ഞാൻ പഠിപ്പിക്കുക. അപ്പോൾ ഈ നാരായണത്വ ഭ്രാന്ത് എന്നുള്ള കവിത ഞാൻ പഠിപ്പിച്ചില്ല. കാരണം വെച്ചാൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ജഡ്ജ്മെൻറ്റിന് പോകുമ്പോഴൊക്കെ 12 മക്കളെ പെറ്റൊരമ്മേ എന്നുള്ള പാട്ട് ഇങ്ങനെ കേട്ട് കേട്ട് ഭ്രാന്ത് പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വയലാറിൻ്റെ പാട്ടുകളൊക്കെ വയലാറിൻ്റെ ഒരുപാട് കവിതകൾ മസൂദനാർ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഈ കവിത എന്ന് പറയുമ്പോൾ കേൾവി സുഖം കൂടിയാണ്. അതാണ് നമ്മൾ ചെവികൾ വരുമ്പോൾ ഈ മസൂദനാരുടെ ശബ്ദം, ഘനഗംഭീര ശബ്ദം തുളച്ചു കയറും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വയലാറിൻ്റെ കവികളൊക്കെ നമുക്ക് മനസ്സിലേക്ക് വന്നത് ഇങ്ങനെയാണ്. അത് ഒരുപാട് കവിതകൾ ഞാൻ മോനെ പഠിപ്പിച്ചിട്ട് എനിക്ക് ബൈഹാർട്ടായി. അതിൻ്റെ കാരണം മസൂദനാരാണ്. അപ്പോൾ വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുണ സന്ധ്യയിൽ പാർവതീ പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥി കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ എന്ന് പറയുമ്പോൾ ആ കാമസ്വരൂപം നമ്മളെ മനസ്സിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഞാൻ ചോദ്യം എന്താണ്, എന്തുകൊണ്ടാണ് വയലാർ രാമവർമ്മനെ ഇങ്ങനെ പാടി പൊലിപ്പിച്ചത്? എന്തെങ്കിലും വയലാർ കവിതകളുമായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കുന്നു, സ്വാധീനം വയലാർ കവിതകളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം. അതുകൊണ്ടാണ് കവിത വേറെ അദ്വൈതം. ഇപ്പം അകത്താര് പുറത്താര് എന്നുള്ള കവിത വായിക്കുമ്പോൾ ഒരു ടിപ്പണിയില്ല. അപ്പം നമ്മൾ വായനക്കാർക്ക് എന്താണ് പറഞ്ഞതെന്ന് സൂചനയിട്ടാണ് ഒരു ടിപ്പണി ഇല്ലാതെ ഒരു മിത്തുകളെ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാഞ്ഞത്? പലരും കാളിദാസൻ്റെ പറയൂലേ, അകത്താര് കാളി അല്ലെങ്കിൽ പുറത്ത് ദാസൻ എന്ന് പറയുന്ന ആ അദ്വൈതം, തത്വമസി എന്ന് പറയുന്ന ആ ആശയത്തിലേക്ക് വന്നതുകൊണ്ട് കാരണം എന്തുകൊണ്ടാണ്? അപ്പം നമ്മുടെ ഈ വേറൊരു കഥ കൂടി ഞാൻ ഓർക്കുന്നത്, പരമാത്മാവിൻ്റെ കഥയ്ക്കിൽ ജീവാത്മാവ് ഒന്ന് മുട്ടും. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ എനിക്കും നിനക്കും ഇവിടെ സ്ഥാനമില്ല, പോകുമെന്ന് പറഞ്ഞ് കാലങ്ങൾക്ക് ശേഷം ജീവാത്മാവ് വീണ്ടും മുട്ടിയിട്ട് ആരാണ് പുറത്താരാണ്? നീ തന്നെ എന്ന് പറയുമ്പോഴാണ് അദ്വൈതം വരുന്നത്. അപ്പോൾ ഇതോടെ ഈ ആശയങ്ങളൊക്കെ കൂടിയാണോ കവിതകൾ ഇങ്ങനെ വരുന്നത് എന്നെനിക്ക് അത്ഭുതപ്പെടുന്നു. അതുകൊണ്ട് ഈ അദ്വൈതം ഒരുപാട് സാധിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അങ്ങ് 2 ചോദ്യം പറഞ്ഞു. ഒന്ന് താടക അല്ലേ? രണ്ടാമത്തത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചോദ്യം. ആദ്യത്തേത് വയലാറിൻ്റെ കുറേ കവിതകൾ ചൊല്ലണം എന്ന് വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ നിർബന്ധമാണ് എന്നെ അതിന് സന്നദ്ധനാക്കിയത്. വയലാറിനോടുള്ള പ്രത്യേക ഭക്തി. വയലാർ ഗാനരചനയിലൊരു ഗന്ധർവനാണ്, സംശയമില്ല. ആ ഗാനകല, ഭാവകല വളരെ സമൃദ്ധമായിട്ടും പ്രയോഗിച്ചിട്ടുള്ള കവിതകളിൽ ചിലതാണ് താടക എന്ന ദ്രാവിഡ രാജകുമാരിയും രാവണപുത്രിയും. ഈ 2 കവിതയുടെയും അന്തരാളവുമായിട്ട് എനിക്ക് അത്ര യോജിപ്പില്ല ശരിക്കും പറഞ്ഞാൽ. താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്നത് വാൽമീകിയുടെ താടകയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു വേറൊരു തരം കഥയാണ്. പിന്നീടുണ്ടായത് രാവണപുത്രി എന്നതും വാൽമീകി കേട്ടാൽ വയലാർ രാമവർമ്മയെന്ന് കേൾക്കും. അത്തരത്തിലുള്ള ഒരു ഒടിക്കലാണ്. ഇത് രണ്ടിനും വേറെ ആധാരങ്ങളുണ്ടായിരിക്കാം, പക്ഷേ വാൽമീകിയാണ് നമ്മുടെ മൂലാധാരം. അത് വിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഈ വയലാർ ഗാനകലയുടെ എല്ലാ മാസ്മരമായ സാധ്യതകൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ആ കൃതി വായിക്കുമ്പോൾ അത്തരമൊരു സന്ദർഭം നമ്മുടെ അകത്തേക്ക് കയറി വരും. അതൊരു പ്രത്യേക രീതി. അതിൻ്റെ ആവേശത്തിലാണ് ഞാൻ ആ കവിത ചൊല്ലിപ്പോൾ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ അപ്പം ചൊല്ലിയതാണ്. പ്രത്യേക ഇണപ്പെടുത്തലൊന്നുമില്ല, ഇപ്പം തന്നെ ചൊല്ലുക, അങ്ങനെ വന്നതാണ്. അതിൽ
എന്തെങ്കിലും മെച്ചമുണ്ടെങ്കിൽ പകുതിയേ എനിക്കുള്ളൂ, പകുതി ബാക്കി പാതി അയാളാണ്. എന്നെ പ്രേരിപ്പിച്ചതിന്, ആവേശിപ്പിച്ചതിന് 2 കവിതയും. അതിൻ്റെ ഉത്തരം ഇവിടെ മതി എന്ന് തോന്നുന്നു. അകത്താര് പുറത്താര് എന്ന് ഈ പറഞ്ഞതിന് കാളിദാസൻ്റെ കവിത്വപ്രാപ്തിയെ കുറിച്ച് എന്ന് പറയപ്പെടുന്ന ഒരു കഥ, അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ആ കഥ ഒരാധാരമാണ്. പക്ഷേ ഈ പറഞ്ഞ അകത്താര് പുറത്താര് എന്ന് പറഞ്ഞ ആ ചോദ്യോത്തരങ്ങളിൽ തുറക്കുമോ വാതിൽ എന്ന് പുറത്തും ചോദിക്കുന്നു, അകത്താര് അപ്പോൾ പുറത്താര് എന്ന് ചോദിക്കുന്നു, ഇനിയെങ്കിലും ഒന്ന് തുറക്കുമോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. അവസാനം പടിവാതിൽ താഴിട്ടടച്ചതാരാവോ, അകത്ത് നിന്നാമോ പുറത്തു നിന്നാമോ എന്നിടത്താണ് അതിൻ്റെ ഒരു സാരം കിടക്കുന്നത്. അകത്തുനിന്ന് അടച്ചോ പുറത്തുനിന്ന് അടച്ചോ, ഇത് മനുഷ്യൻ്റെ ജീവാത്മ പരമാത്മ ബന്ധത്തിൻ്റെ വിച്ഛിത്തിയും ഒക്കെ ആണ്. അതിനും അപ്പുറത്ത്, അല്ലെങ്കിൽ അതിന് കുറെ ഇപ്പുറത്ത് താഴെ എൻ്റെ അകവും പുറവുമാണ്. അതും കൂടെ നോക്കണം. എൻ്റെ ഉള്ളിലുള്ളതല്ല ഞാൻ പുറത്ത് പറയുന്നത്, പുറത്തുള്ള എൻ്റെ അഭിനയമല്ല എൻ്റെ അകത്ത്. എല്ലാവർക്കും ഈ ഭാവമുണ്ട്. നമ്മളെല്ലാം തുറന്ന് പുറത്ത് കാണിക്കുന്നില്ല, പുറത്തുള്ളതെല്ലാം അകത്തെടുക്കുന്നുമില്ല. മനുഷ്യൻ്റെ ഒരേ മനസ്സിൽ നടക്കുന്ന ഒരേ മനസ്സിൽ അവനവൻ്റെ വ്യക്തിത്വവും അല്ലെങ്കിൽ വ്യക്തി മനസ്സും അവൻ്റെ സമൂഹ മനസ്സും തമ്മിലുള്ള ഒരു സംഘർഷം കൂടെ അതിനകത്തുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. ബാക്കി വ്യാഖ്യാതാവേത്തി ന കവി, അങ്ങനെയാണല്ലോ. സരസ്വത്യാസ്തത്വം സഹൃദയാഖ്യം വിജയത്തെ, ധന്യാലോകം അല്ലേ? അപ്പം സഹൃദയര് അവരുടേതായി കൽപ്പിക്കും, നമ്മളതിന് വഴിയിടുന്നു എന്നതേ ഉള്ളൂ. അത്രയാണ് അതിൽ പറയാനുള്ളത്. ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡന്റും സെൻറ് അലൂഷ്യസ് കോളേജിലെ മുൻ അധ്യാപകനും വൈലോപ്പള്ളി സ്മാരക സമിതി തൃശ്ശൂരിൻ്റെ സെക്രട്ടറിയുമായ നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ഹരിദാസ് മാഷിനെ സാദരം ക്ഷണിക്കുന്നു. ഈ പറഞ്ഞ വിശേഷങ്ങൾ കൊണ്ടുവന്നല്ല ഞാൻ ഇവിടെ വന്നത്. ഒരു 40 വർഷമെങ്കിലും പഴക്കമുള്ള ഏറ്റവും മധുരോദാരമായ ഒരു സൗഹൃദത്തിൻ്റെ മറുപേരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം CV മധുസൂദനൻ നായർ എന്നുള്ളത്. മധു എപ്പോൾ തൃശ്ശൂർ വരുന്നുണ്ടെങ്കിലും സൗകര്യപ്പെട്ട് ഞങ്ങൾ പരസ്പരം കാണാറുണ്ട്, ചെല്ലാറുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 30-ാം തീയതി രാവിലെ 10 മണിക്ക് വടക്കാഞ്ചേരിയിൽ അദ്ദേഹം വന്നപ്പോൾ, ഞാനെച്ചാൽ ഏപ്രിൽ 28-ാം തീയതി US നിന്ന് പുറപ്പെട്ട് ഒരു 30 മണിക്കൂറോളം വിമാനയാത്ര കഴിഞ്ഞ് അന്ന് പുലർച്ചെ 6 മണിക്കാണ് വീട്ടിലെത്തിയത്. ഞാൻ ചെന്ന് ആ സൗഹൃദം പുതുക്കേണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു സൗഹൃദം അദ്ദേഹത്തിൻ്റെ കവിതകൾ കേട്ടും വായിച്ചും വളർന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു കോഴ്സ് സതീർത്ഥ്യരായിരുന്നു, പ്രൊഫഷണൽ കോഴ്സിൽ. ആ അവസരത്തിൽ പല വൈകുന്നേരങ്ങളിലും ശ്രീമതി മാലതി ദേവി ഉണ്ടാക്കി കൊടുത്തയച്ച വടയും ഉണ്ണിയപ്പൊക്കെ കഴിച്ച ആ മാധുര്യവും എനിക്ക് ഓർമ്മയുണ്ട്. നാറാണത്ത് പ്രാന്തം എന്നുള്ള കവിത ഞാൻ പൂർണ്ണമായിട്ട് ആദ്യം കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ പഴയ വീടിൻ്റെ തട്ടുംപുറത്തിരുന്ന് ചൊല്ലിക്കേട്ടതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. അദ്ദേഹത്തിൻ്റെ മറ്റ് കവിതകളൊക്കെ ഞാൻ ഈ അക്കാഡമി ഓഡിറ്റോറിയത്തിൽ കേട്ടു. പക്ഷെ നാറാണത്ത് പ്രാന്തൻ വേറെ ഈ സാങ്കേതിക ഇതൊന്നും ഇല്ലാതെ തന്നെ നേരിട്ട് കവിയുടെ മുമ്പിലിരുന്ന് കവി ചൊല്ലുന്നത് കേട്ട അനുഭവവും എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ നിരവധി വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഒരു വിധികർത്താവ് എന്നുള്ള നിലയിൽ കേരളത്തിലെ 100 കണക്കിന്, 100ഒന്നും പോരാ, അനേകം 100 കണക്കിന് കുട്ടികൾ ഈ കവിത മാത്രമല്ല മധുസൂദനൻ നായർ ധാരാളം കവിതകൾ ചൊല്ലുന്നത് കേൾക്കാറുണ്ട്. പലപ്പോഴും ആ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കാൻ എനിക്ക് കഴിയാറില്ല. സഹവിധികർത്താക്കൾ പലപ്പോഴും പറയാറുണ്ട് അത് മധുസൂദനൻ നായർ പറ്റല്ല, അത് കാസറ്റ് കവിതയല്ലേ, കാസറ്റ് കേട്ട് പഠിച്ചപ്പോൾ കുട്ടികളുടെ സ്വന്തം ആവിഷ്കാരമല്ലല്ലോ, അത് കുട്ടിയുടെ കഴിവല്ലല്ലോ, ഡിറ്റോ ആയിട്ട് ഇത് ചെയ്യുന്നതല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷേ എത്രയോ കുട്ടികൾ ആ കവിത മനഃപ്പാടമാക്കുകയും അങ്ങനെ
തലമുറ കൈമാറുന്നുണ്ട്. ഇതും ഞാൻ അക്ഷരാർത്ഥത്തിൽ തെളിയിക്കാൻ പറ്റിയ കാര്യമാണ്. തലമുറ കൈമാറുന്നു എന്ന് പറഞ്ഞത്. കാരണം മധുസൂദനൻ നായർ നേരിട്ട് എൻ്റെ മകൾ ലേഖയ്ക്ക് ബാലശാപങ്ങൾ എന്നുള്ള കവിത ചൊല്ലിക്കൊടുക്കുകയും അവളത് ചില മത്സരങ്ങളിൽ ചൊല്ലി സമ്മാനം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ മകൻ, എൻ്റെ കൊച്ചുമകൻ 8 വയസ്സുള്ള അഭയ്, അമേരിക്കയിൽ ഇതേ ബാലശാപം ചൊല്ലിയിട്ട് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സൗഹൃദം എനിക്കുണ്ട്. ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. എനിക്ക് ആകെ ഒരു സങ്കടം, ഒരു പരിഭവം തോന്നാറുണ്ട്. വേണ്ടത്ര ഗൗരവമുള്ള പഠനങ്ങൾ മധുസൂദനൻ നായരുടെ കവിതയെക്കുറിച്ചുണ്ടായിട്ടില്ല. അദ്ദേഹം ഈ പാടാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചും കവികൾ ചൊല്ലുന്നതിൻ്റെ പ്രശ്നമൊക്കെ രാമകൃഷ്ണൻ മാഷ് പറഞ്ഞു. അത് പക്ഷെ ആൾക്കാർ ആ സ്പിരിറ്റിൽ എടുക്കുന്നില്ല എന്നെനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഡോക്ടർ ലീലാവതി പോലും, എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല, ഒരുവിധം കവികളെ കുറിച്ചൊക്കെ വളരെ ഡീപ്പ് സ്റ്റഡി നടത്തിയിട്ടുള്ള, അഗാധ തലത്തിൽ തന്നെ സ്പർശിച്ച പഠനങ്ങൾ നടത്തിയിട്ടുള്ള ലീലാവതി ടീച്ചർ പോലും മധുസൂദനൻ നായരുടെ കവിതകളോട് നീതി പുലർത്തിയിട്ടില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാവിയിൽ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ചൊല്ലിക്കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് അതിൻ്റെ നാനാർത്ഥ തലങ്ങൾ, അതിൻ്റെ ദാർശനിക തലവും അതിൻ്റെ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അത് വിശദമാക്കുന്ന പഠനങ്ങൾ വേണ്ടത്ര മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ്. ചോദ്യമില്ല. എനിക്കൊരു അപേക്ഷയുള്ളത്, ഗാന്ധി എന്ന കവിതയ്ക്ക് ഒരു തുടർച്ചയുണ്ടാവുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഗാന്ധി അന്ന് എഴുതിയാലും പല നിലയ്ക്കുള്ള ഭീഷണികൾ ഗാന്ധിസത്തിൻ്റെ തലങ്ങൾ ചിലപ്പം മാറുന്നുണ്ട്. അതിന് വളർച്ചയുണ്ടാവുന്നുണ്ട്, ഭീഷണി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാലശാപങ്ങളും, ആ ബാലശാപം എന്നുള്ള കവിത എഴുതിയ കാലത്തേക്കാൾ ഏറെ അസ്വസ്ഥമാണ് ഇന്നത്തെ കുട്ടികളുടെ അനുഭവങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ 2 കവിതയ്ക്കും ഒരു 2ാം ഭാഗത്തിന് സാധ്യതയുണ്ട് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. അതൊന്ന് പരിഗണിക്കണം. അതെ, അത് അദ്ദേഹത്തിന് എന്നോട് കൽപ്പിക്കാവുന്നതാണ്. ഞാൻ ആദ്യം 1992 മറ്റോ അല്ലേ, അപ്പോൾ തൃശ്ശൂർ വന്ന കാലം മുതൽ ഒരു നേരത്തെ അന്നം എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുണ്ട്. അതൊരു പ്രത്യേക സ്നേഹമാണ്. മറ്റൊരു തരത്തിലും നമുക്ക് ഈ സ്നേഹത്തിന് പകരം വയ്ക്കാനൊന്നുമില്ല. അത്തരം സ്നേഹമാണ് നമ്മൾ ലോകത്ത് ആവശ്യപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും അതിന് വിച്ഛിത്തി സംഭവിക്കാറുണ്ട്. അതുപോട്ടെ, ബാലശാപങ്ങൾ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. ബാലത്വം തന്നെ കൊല്ലപ്പെട്ടു. ഇപ്പം എൻ്റെ ഇത് പറയുക, ആകെക്കൂടെ ജനിക്കുന്നത് ഒരു കുട്ടിയാണ്. ഈ ഒരു കുട്ടി 12ാം ക്ലാസ് വരെ കഷ്ടിച്ചിവിടെ ഞെങ്ങിട്ട് പിന്നെ പോകുന്ന അക്കരെയാണ്. ഈ കുട്ടിക്ക് കളിക്കാൻ സമയമില്ല, കളി ആവശ്യമില്ല. അല്ലെങ്കിൽ യന്ത്രങ്ങളുണ്ട്. 2.5 വയസ്സ് മുതൽ കുട്ടി പീഡിതനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പീഡിതനാണ്. എൻ്റെയൊക്കെ ബാല്യം, മാഷ്ക ബാല്യം പറയേണ്ട കാര്യമില്ല. എൻ്റെയൊക്കെ ബാല്യം എന്ന് പറഞ്ഞാൽ ഒരു 7 വയസ്സ് വരെയെങ്കിലും സ്വതന്ത്രമാണ്, പൂർണ്ണമായിട്ട് സ്വതന്ത്രമാണ്. നമ്മുടെ സർവകലാശാല, അമ്മയും പിറന്ന മണ്ണും ഈ ചുറ്റുപാടുമാണ്. എല്ലാവരും നമ്മുടെ അധ്യാപകരാണ്. ഒരു അട്ടയും പാമ്പും വരെ. ആ ഒരു വിശ്വസൗഹൃദം നേടിയ കുട്ടിയാണ് 7 വയസ്സിന് ശേഷം വിദ്യാഭ്യാസത്തിന് പോകാൻ യോഗ്യൻ. ഇന്നതില്ല. അതുകൊണ്ട് ബാലത്വം നശിപ്പിക്കപ്പെട്ട കാലത്ത് ബാലന്മാരുടെ ആത്മാക്കൾ ശപിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെല്ലാം നമ്മളെല്ലാം AI വരുന്നതുകൊണ്ട് മനുഷ്യൻ്റെ വ്യക്തി എന്ന ഭാവം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അത് വേറൊരു പഠന രംഗമാണ്. ഗാന്ധി എന്നത്
നല്ല മനസ്സുള്ള ഒരു നാട്ടിൽ ഒരിക്കലും മരിക്കാത്ത ഒരു മഹാബിംബമാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ അഗ്നിക്ക് മീതെ നടക്കാൻ ഒരു ഗാന്ധി ഇനിയും വേണം. അത് ഞാൻ ഇപ്പോഴും നവതി കഴിഞ്ഞിട്ടും നിത്യനവത്വത്തോടുകൂടി തനു വാഗ് വിഭവ സമ്പന്നനായിരിക്കുന്ന രാമകൃഷ്ണ മാഷ്, വാക്കിലും യൗവനം, തനുവിലും യൗവനം. അങ്ങനെയുള്ള കെ വി രാമകൃഷ്ണ മാഷ് നിലമ്പൂർ വെച്ചൊരു മീറ്റിങ്ങിൽ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നുണ്ട്, ജോൺ ഡണ്ണിൻ്റെ 2 വരി പറഞ്ഞു അല്ലേ, ക്രൈസ്റ്റിനെ കുറിച്ച്. ജോൺ ഡൺ ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് സത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പാദം നമസ്കരിച്ചുകൊണ്ട് തന്നെ പറയാം. അന്ന് ഞാൻ ഗാന്ധി എഴുതി കഴിഞ്ഞിരുന്നു. ഗാന്ധി എന്ന കവിത ഞാൻ എഴുതിയത് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ പി കെ രാജൻ ഞാനും ഒന്നിച്ച് സാഹിത്യ അക്കാദമിയിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ ഡൽഹി പോയി. അപ്പോൾ അദ്ദേഹം ഞാനും കൂടെ പദ്ധതി ഇട്ടു, നമുക്ക് ഡൽഹിയൊക്കെ ഒന്ന് ചുറ്റി കാണാം. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ ആദ്യമായിട്ട് രാജ്ഘട്ടിൽ പോയി. ഞാൻ ആദ്യം പോവുകയാണ്. ഉപചാരപ്രകാരം ചെരുപ്പ് അഴിച്ചു ദൂരെ വച്ചിട്ട് അവിടെ പോയി മാന്യനായിട്ട് ഗാന്ധിയുടെ ആ സമാധിയുടെ മുന്നിൽ അന്ന് നിന്നു ഞങ്ങൾ മാന്യന്മാരായിട്ട്. അപ്പോൾ ഉത്തർപ്രദേശിലെ ഏതോ ദരിദ്ര ഗ്രാമങ്ങളിൽ നിന്ന്, ഏതോ ഗ്രാമത്തിൽ നിന്ന് കൊച്ചുകുട്ടികൾ, അന്നേക്കൊരു 10 വയസ്സോളം വരുന്ന കുട്ടികളാണ്, അതിന് താഴെയുള്ള, 1996 ഈ കുഞ്ഞുങ്ങൾ 1-2 ക്ഷാമകേതുക്കളെ പോലെ തോന്നുന്ന അധ്യാപകരുമായിട്ട് വരുന്നു ഈ സമാധിയിലേക്ക്. ആരും ഒന്നും പറഞ്ഞില്ല. ഈ കുട്ടികൾ അവിടെ വന്ന ഉടൻ എല്ലാവരും ഗാന്ധി സമാധിയുടെ മുന്നിൽ സാഷ്ടാംഗം വീണു. ഇത് കണ്ടു നിന്ന എനിക്ക് പെട്ടെന്ന് ലജ്ജിക്കണം. ഞാൻ ലജ്ജിച്ചു. ഏറ്റവും ഒടുവിൽ ജനിച്ച ഈ കുഞ്ഞുങ്ങൾ ഗാന്ധി ആര് എന്നറിയുന്നു. ഗാന്ധി വെടിവെച്ച് കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേ വർഷം ജനിച്ച എനിക്ക് ഗാന്ധി ആരെന്ന് അറിഞ്ഞൂടാ എന്നെനിക്ക് മനസ്സിലായി. നിഷ്കളങ്ക മനസ്സുകളിൽ, കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ സ്നേഹമായിട്ടോ മഹാശക്തിയായിട്ടോ വിശുദ്ധിയായിട്ടോ കർമ്മമായിട്ടോ സത്യമായിട്ടോ എന്നും നിലനിൽക്കുന്ന ഒരുവനാണ് രാഷ്ട്രത്തിൻ്റെ, ലോകത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ് എന്ന് അന്ന് എനിക്ക് തോന്നി. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായവൻ. ഇന്നും അത് മാറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തിരിച്ചു വന്നാണ് ഞാൻ ഗാന്ധി എന്ന കവിത എഴുതാൻ പ്രേരിതനായി. കാരണമുണ്ട്, അതിൽ ചില വരികളുണ്ട്. ആ വരികൾ കേൾക്കണം എന്ന് എനിക്ക് തോന്നി. നേരത്തെ ഇവിടെ ആരോ ഗാന്ധി വരി ചൊല്ലിയായിരുന്നു, തനിയെ നടന്നു നീ പോവുക. പ്രത്യേക നമസ്കാരം. ഞാൻ പറയുന്നതിൽ അബദ്ധങ്ങളോ കുറവുകളോ കാണും. എനിക്കുമുണ്ട് എൻ്റേതായ ഒരുപാട് വൈകല്യങ്ങൾ. അത് മുൻകൂട്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. തനിയേ നടന്നു നീ പോവുക, തളർന്നാലുമരുതേ പരാശ്രയവുമിളവും, അനുഗാമിയില്ലാത്ത പഥിക
അനുഗാമിയില്ലാത്ത പഥിക തുടർന്നാലുമിടറാതെ നിൻധീരഗാനം, തുടർന്നാലുമിടറാതെ നിൻധീരഗാനം. പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീ അഗ്നിക്കു മുന്നിൽ. അങ്ങനെയാണ് പൈതലെ ഞാനവിടെ കൊണ്ട് ഘടിപ്പിച്ചത്. പക്ഷെ ഞാൻ അവിടെ നിൽക്കുകയാണ് കുലുങ്ങാതെ. ആ വരിയാണ് പിന്നെ പറയുന്നത്. ബാക്കി ഇടയ്ക്കുള്ള ഞാൻ വിട്ടു. ഇങ്ങ് ഞാൻ എന്തേ തിരഞ്ഞു വന്നു, ഇങ്ങു ഞാൻ എന്തേ തിരഞ്ഞു വന്നു, ഭീതനിൻ രുധിരയജ്ഞം പിഴച്ചുവല്ലോ. കുടിലയന്ത്രങ്ങളിൽ ഗൂഢമന്ത്രം ജപിച്ചെയ്തൊരസ്ത്രം എൻ നെഞ്ചിലേ വീണുവല്ലോ. ഞാൻ ജപിച്ചെയ്ത അസ്ത്രം എൻ്റെ നെഞ്ചിൽ തന്നെ വീഴുന്ന അവസ്ഥയാണ്. അതാണ് ഗാന്ധി ഭക്തന്മാരായ നമ്മളെപ്പോലുള്ളവർ, ഗാന്ധി പക്ഷക്കാരായ നമ്മളെപ്പോലുള്ളവർ, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണിത്. ഞാൻ തന്നെയാണ് ഇത് തിരിച്ചറിയുന്നത്. ഇവിടെ നിൽക്കുന്നത് ഞാനാണ്. ഇങ്ങ് ഞാൻ എന്തേ തിരഞ്ഞു വന്നു, ഭീതനൻ രുധിരയജ്ഞം പിഴച്ചുവല്ലോ. കുടിലയന്ത്രങ്ങളിൽ ഗൂഢമന്ത്രം ജപിച്ചെയ്തൊരസ്ത്രം എൻ നെഞ്ചിലേ വീണുവല്ലോ. എങ്ങാത്മരക്ഷയെങ്ങെന്നേ തിരഞ്ഞ് വഴിയെല്ലാം, എങ്ങാത്മരക്ഷയെങ്ങെന്നേ തിരഞ്ഞ് വഴിയെല്ലാം അടഞ്ഞു നിൽക്കുമ്പോൾ ഒന്നൊന്നും അറിയാത്ത ദുഃഖങ്ങളാം നാട്ടുകുഞ്ഞുങ്ങൾ എന്തിനോ പാട്ടു തുടരുന്നു. നാട്ടുകുഞ്ഞുങ്ങൾ എന്തിനോ പാട്ടു തുടരുന്നു. അപ്പോഴും ഞാൻ തിരക്കുന്നത് ആത്മരക്ഷയാണ്. അതാണ്. പക്ഷേ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട്, ഒന്നൊന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ അവരുടെ പാട്ട് തുറന്നുകൊണ്ടിരിക്കും. എനിക്ക് അത് എഴുതി കഴിഞ്ഞപ്പോഴും തോന്നിയത്, ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് നമ്മളിലുമുണ്ട്, നമ്മളത് നഷ്ടപ്പെടുത്താതിരുന്നാൽ മതിയായിരുന്നു എന്ന്. ഞാനും ശരിക്കും ദുഷ്ടത നിറഞ്ഞവനാണ്. പക്ഷെ കുഞ്ഞു മനസ്സ് തിരിച്ചെടുക്കണം. അതാണ് പ്രദീപ്, അല്ലേ? പ്രദീപ് പറഞ്ഞല്ലോ, സന്താനഗോപുരത്തിൽ ചില വരികൾ. സന്താനഗോപാലത്തിലെ വരികൾ പ്രദീപ് പാടി. സാധാരണ അധികം പേര് ശ്രദ്ധിക്കാത്തൊരു കവിതയാണ് അത്. ലോകത്ത് ദുഷിപ്പിക്കപ്പെടുന്ന, നശിപ്പിക്കപ്പെടുന്ന, വികൃതമാക്കപ്പെടുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പണ്ടെഴുതിയതാണ് അത്. 1986 87 എഴുതിയതാണ് സന്താനഗോപാലൻ. അതിലെ വരിയാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് സ്വച്ഛന്തം വിളയാടിക്കിടക്കുന്നുണ്ടാ പെയ്തൽ ഈ അനന്തതയുടെ മാതൃമാനസ സ്പന്ദമായ പേരില്ലാത്ത ചലനം, വിശ്വാധിക ജ്വലനം, ഭാവങ്ങൾക്കും അപ്പുറത്ത് ഒരാനന്ദം എന്നാണ് അത്. ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബിംബം പൈതലായ കൃഷ്ണൻ്റെയാണ്. അത് കൃഷ്ണൻ എന്ന ദൈവമല്ല, കൃഷ്ണൻ എന്ന പൈതലാണ് ശരിക്കും. അത് ആ കവിതയുടെ അവസാനം സൂചിപ്പിക്കുന്നുണ്ട്. എൻ്റെ അകത്ത് തന്നെ ഇതാണ്: യോഗചേതന മന്ത്രക്കാറ്റിനായി കാതോർക്കുമ്പോൾ താപലോഹങ്ങൾ പ്രജ്ഞാചക്രത്തിലുരയുമ്പോൾ കാലകാളിന്തിക്കില്ല കാർവർണ്ണ
കൈക്കുള്ളിൽ മാത്രാഹൃദയങ്ങളിൽ കണ്ണൻ കടയുന്നീല സ്വരമൂലകം മേഘങ്ങളിൽ വിടരുന്നീല വർണ്ണസാധകം. എന്നാൽ ശാന്തം ഒരു പൈതലിൻ മുടിപ്പീലി ഈ പ്രളയാഗ്നിത്തിരമേലുയർന്ന് ആദിതാളമാവുകയല്ലോ. ചഞ്ചലം മനം കൃഷ്ണചരണം തിരയുന്നു, നെഞ്ചകത്തൊരു വെണ്മ കടലായി ഇരമ്പുന്നു. നെഞ്ചകത്തെ വെണ്മ ഉണ്ടെങ്കിലേ അതിൽ ഒരു മൽപ്പീലി ഉണ്ടാവും. അതിനകത്ത് ശരിക്കും എൻ്റെ മനസ്സിൽ, എൻ്റെ അകത്ത് വെണ്മയുണ്ടെങ്കിൽ അവിടെ നിർമ്മലമായ ആനന്ദത്തിൻ്റെ മയിൽപ്പീലി ഉണ്ടാവും. അതാണ് ലോകത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഇന്നും എൻ്റെ ഏറ്റവും വലിയ സ്വകാര്യ വിഷാദങ്ങളല്ല, ഏറ്റവും വലിയ വിഷമങ്ങളിലൊന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന ലോകത്തെല്ലായിടത്തും കുഞ്ഞുങ്ങളെപ്പോലെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വർഗവും ഇല്ലാതാണ്. പണമുള്ളവൻ്റെയും പണമില്ലാത്തവൻ്റെയും എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ അവരല്ലേ നമ്മുടെ ബാക്കി. ഭൂമിയിൽ ഒരു പട്ടി പ്രസവിച്ചിട്ട് കുഞ്ഞിനെ നോക്കുന്ന കണ്ടാൽ, ഒരു കിളി നോക്കുന്ന കണ്ടാൽ നമുക്ക് അതിൽ നിന്ന് പഠിക്കാം. എല്ലാവർക്കും കുഞ്ഞായി പുനർജനിക്കാനല്ലേ ആഗ്രഹം. ഒരു കുഞ്ഞ് നശിക്കുമ്പോൾ ഞാൻ നശിക്കുകയല്ലേ, കുഞ്ഞായി തന്നെ പുനർജനിച്ച് വീണ്ടും 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 കുഞ്ഞായി ജനിച്ച് എനിക്കമരനായിരിക്കാനല്ലേ എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നത്. വിത്തിൽ നിന്ന് പിന്നെയും വിത്തുണ്ടാകും പോലെ ആ ഒരു ബോധം ഉണ്ടെങ്കിൽ ഈ വളരെ സങ്കുചിതമായ സ്വാർത്ഥതയും ആഡംബരവും വെടിഞ്ഞ് ഓരോ കുഞ്ഞും ഓരോ വീട്ടിൽ വളരും, ഒരു സമൂഹത്തിൽ വളരും, ഒരു നാട്ടിൽ പുലരും. അതാണ് മൂലകു ചുറ്റിനീ പോരുക, ഈ അമ്മതൻ പൂമടിയിലേക്ക് ഓടി വന്നു ഉദയമാവുക എന്ന് ഭാരതീയത്തിൻ്റെ അവസാനം ഞാൻ എഴുതിയത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സൂര്യന്മാരാണ്. എല്ലായിടത്തും ഒരിടത്തുമുള്ള കുഞ്ഞ് നശിക്കാൻ പാടില്ല. അത് ഏറ്റവും പാതി പ്രജാമൃത്യോ എന്നാണ് ഭാഗവതം പറയുന്നത്. കുഞ്ഞുങ്ങളെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കുക. ഈ ലോകം ഏറ്റവും കൂടുതൽ വ്രതമെടുക്കേണ്ടത് ആയുധം ഉണ്ടാക്കുന്നതിലല്ല, തമ്മിൽ തല്ലുന്നതിലല്ല, വോട്ട് പിടിക്കുന്നതിലുമല്ല. എല്ലാവരും ലോകത്തെല്ലാ കുഞ്ഞുങ്ങളോടും ഒരേപോലെ വാത്സല്യമുള്ളവരായിരുന്നാൽ എല്ലാവരുടെയും മനസ്സ് അവിടെ ഒരുമിക്കുമായിരുന്നു. ലോകത്ത് ശരിക്കും ഈ ഭേദം കുറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ആത്മഭാഷണമാണ് പറയുന്നത്. ഞാൻ പൊതുവെ പണ്ട് തൊട്ട് 2002 തൊട്ടെങ്കിലും ഞാൻ എഴുതുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പൊതുവായി കളിസ്ഥലം വേണം, പൊതുവായി കുളിക്കാനും ഇടം വേണം. ഈ രണ്ടും മോഷ്ടിച്ചു കളഞ്ഞവരാണ് നമ്മൾ പരിഷ്കാരികൾ, ജനാധിപത്യം. പൊതുവായ കളിയിടങ്ങൾ എല്ലാ നാട്ടുപുറങ്ങളിലും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ കളിച്ചു വളർന്നതാണ്. എല്ലാവരും കൂട്ടുകാരായിരുന്നു, മനുഷ്യക്കുട്ടികൾ മാത്രമല്ല. പൊതുവായ കുളിയിടങ്ങളും ഉണ്ടായിരുന്നു, എല്ലാം സ്വകാര്യമായി. ഇപ്പം കളിസ്ഥലം പോലും വിൽക്കപ്പെടുന്നു. ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ കെട്ടി അടച്ച ഇടങ്ങളിൽ ഇത്തിരി കളിക്കാൻ 300 രൂപ വാങ്ങിക്കുന്ന ആളുകൾ. അതാണ് ജനാധിപത്യത്തിൽ ഒരു കുട്ടിക്ക് കളിക്കാൻ ഒരു ദിവസം 300 രൂപ കൊടുക്കേണ്ട ഗതികേട് ലോകത്തെല്ലായിടത്തും വന്നു. അതാണ്
അതുകൊണ്ടാണ് ഈ ഗാന്ധിയെ സ്നേഹിച്ച കുഞ്ഞുങ്ങളെ വീണ്ടും വളർത്തിയെടുക്കണം എന്ന് എന്നെപ്പോലുള്ളവർക്ക് തോന്നിപ്പോയി. ശ്രീ ഹരിദാസാണ് ഇതിന് പ്രേരകൻ. ഇത്രയും നീട്ടി പറഞ്ഞതിന് ഞങ്ങൾ സാഹിത്യ അക്കാദമിയുടെ ഇതേ മുറ്റത്ത് എത്രയോ ദിവസങ്ങളിങ്ങനെ മുമ്പ് ഞാനിവിടെ അംഗമായിരിക്കുമ്പോൾ അതിനു മുമ്പും ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഇത്രയും വളരെ ഉദാരമായ സ്നേഹം എവിടെ ഇരുന്നാലും തരുന്ന ആളുകളാണ് നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. സൗഹൃദത്തിൻ്റെ പാഠങ്ങൾ, സ്നേഹത്തിൻ്റെ പാഠങ്ങൾ. ആ പാഠങ്ങളിൽ ഒന്നാണ് ഈ ഇരിക്കുന്ന ഹരിദാസ്. ഈ സെഷൻ എന്തായാലും ഒരു 3:30 മണി വരെ തുടരും. അപ്പോൾ വൈകുന്നേരം വരെ തുടരുന്ന പരിപാടി ആയതുകൊണ്ട് നമുക്കുള്ളൊരു ഭക്ഷണം കരുതിയിട്ടുണ്ട്. ഉള്ള ഭക്ഷണം വൈകുന്നേരം വരെ ഇരിക്കുന്നവർ എല്ലാവരും കൂടി സഹകരിച്ച് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് കഴിക്കുന്നവർക്ക് ഉള്ള കൂപ്പൺ ഇവിടെ സദസ്സിൽ വന്ന് തരും. അപ്പോൾ അത്ര സമയം ഇരിക്കണം എന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. അത്ര സമയം ഇരിക്കുന്നവർക്ക് ഭക്ഷണത്തിന് കൂപ്പൺ തരും.